ഇന്ന് നമുക്ക് ഈ ചെമ്മീനും മുരിങ്ങക്കായും തേങ്ങ അരച്ചിട്ട് കറി വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഇത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ മുളക് പൊടി എടുക്കാം. മുളക് പൊടി കൂടി പോവില്ല, തേങ്ങ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് ഒരു പാകമായിരിക്കും. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ഇടാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം. ഇതൊഴിച്ച ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ച് വെക്കാം. അപ്പം തന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കാം. ആ പുളി ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ അരച്ച് കഴിഞ്ഞ ശേഷം അതിന് ലാസ്റ്റായിട്ട് ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഈ മിക്സ് തിളച്ച ശേഷം അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട ശേഷം അത് അടച്ച് വെച്ചിട്ട് നന്നായി വേവിക്കുക. നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പുളി വെള്ളം അതിലേക്ക് ഒഴിക്കാം. അത്യാവശ്യത്തിന് നമ്മളെ പുളിയുടെ അളവനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിക്കാം. ഈ പുളിവെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ അതിലേക്ക് ഇടാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായി വേവിക്കുക. ചെമ്മീനും മുരിങ്ങക്കായും വേവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് തട്ടി കൊടുക്കാം. തേങ്ങ അരച്ചത് ഇട്ട ശേഷം നമ്മൾ കൂടുതൽ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ തേങ്ങ അരച്ചത് ഇട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിക്കാം. ഈ സമയത്ത് തന്നെ ജാറ് കഴുകിയിട്ടൊക്കെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടുതൽ വേണോ ഇനി ഇടണമെങ്കിൽ ഇപ്പോൾ ഉപ്പൊക്കെ ഇടാം. ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് തന്നെ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് തീ ഓഫാക്കി വെക്കാം. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി കൂടുതൽ തിളപ്പിക്കരുത്. ഒന്ന് തള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അത് നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് അതിലേക്ക് ഇടാം. കടുക് ഇടുമ്പോൾ മേലേക്ക് തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് വിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇടാം. അത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുത്ത സാധനം മിക്സ് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം കറിയിലേക്ക് ഒഴിച്ച് മിക്സാക്കി എടുക്കാം. നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായും കറി ഇവിടെ റെഡി.